ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയധികം സന്തോഷമുണ്ട്. പഴയ കാലത്ത് ഏറെ ഫുട്ബോൾ താരങ്ങൾ, ഫുട്ബോൾ പ്രേമികൾ ആരാധിച്ചിരുന്ന മുൻകാല താരങ്ങളെ ഒരേ വേദിയിൽ കാണാൻ കഴിഞ്ഞൊരു വലിയ സന്തോഷമുണ്ട്. സെവൻസിലൂടെയും സന്തോഷ് ട്രോഫിയിലൂടെയും ഒക്കെ അറിയപ്പെടുന്ന മുൻകാല 28ഓളം ഫുട്ബോൾ താരങ്ങളെ ഈ സ്റ്റേഡിയത്തിൽ വെച്ച് കാതലി സ്പോർട്സ് ക്ലബിന് ആദരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് അഭിമാനിക്കാൻ ചാരിതാർത്ഥ്യവുമുണ്ട്. നമസ്കാരം, ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയം ഇന്ന് സാക്ഷ്യം വഹിച്ചത് പഴയകാല ഫുട്ബോൾ താരങ്ങളുടെ ഒരു കൂടിച്ചേരലാണ്. പഴയകാല ഫുട്ബോൾ താരങ്ങൾ എന്ന് പറഞ്ഞാൽ കാൽപന്ത് കളിയെ നെഞ്ചേറ്റി ഒരു കാലഘട്ടത്തിൽ സെവൻസ് ഫുട്ബോളിനെ നാടിന്റെ കായികോത്സവമാക്കി മാറ്റിയ ആ പഴയ താരങ്ങളാണ് നെഹ്റു സ്റ്റേഡിയത്തിൽ വീണ്ടും ഒത്തുചേർന്നത്. ലോക ഫുട്ബോൾ ദിനത്തോടനുബന്ധിച്ച് കലാകായിക രംഗത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മുൻപന്തിയിലുള്ള പെരിന്തൽമണ്ണ ഖാദർ ആൻഡ് മുഹമ്മദ് അലി മെമ്മോറിയൽ സ്പോർട്സ് ക്ലബ്ബാണ് പഴയകാല ഫുട്ബോൾ താരങ്ങളെ ആദരിക്കാൻ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരുമിച്ച് കൂട്ടിയത്. നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടി കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും ഇന്ത്യൻ ഫുട്ബോളിലെ മുൻനിര താരവുമായിരുന്ന യു ഷറഫ് അലി ഉദ്ഘാടനം ചെയ്തു. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ. ലോക ഫുട്ബോൾ ദിനത്തിൽ കേരളത്തിൽ ആദ്യമായാണ് ഒരു പ്രാദേശിക കായിക സംഘടന പഴയകാല ഫുട്ബോൾ താരങ്ങൾക്ക് ആദരമൊരുക്കുന്നത്. ഈ വർഷം മുതലാണ് മെയ് 25 ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കുന്നത്. കലാകായിക രംഗത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും കേരളത്തിൽ മുൻപന്തിയിലുള്ള പെരിന്തൽമണ്ണ ഖാദർ ആൻഡ് മുഹമ്മദ് അലി മെമ്മോറിയൽ സ്പോർട്സ് ക്ലബ്ബാണ് കളി മൈതാനങ്ങളിൽ ആവേശം വിതച്ച മുൻകാല ഫുട്ബോൾ താരങ്ങൾക്ക് ആദരമൊരുക്കിയത്. പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവുമായ യു ഷറഫ് അലി ഉദ്ഘാടനം ചെയ്തു. പഴയകാല താരങ്ങൾക്ക് ഉപഹാരം സമ്മാനിച്ചാണ് യു ഷറഫ് അലി ആദരിച്ചത്. കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ക്ലബ്ബ് താല്പര്യമെടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പഴയ കാലത്ത് ഏറെ ഫുട്ബോൾ താരങ്ങൾ, ഫുട്ബോൾ പ്രേമികൾ ആരാധിച്ചിരുന്ന മുൻകാല താരങ്ങളെ ഒരേ വേദിയിൽ കാണാൻ കഴിഞ്ഞൊരു വലിയ സന്തോഷമുണ്ട്. പെരിന്തൽമണ്ണയിലെ മുൻകാല താരങ്ങളായിരുന്ന ഹൈദർ KT, താമരത്ത് സെയ്ദ്, അബ്ദുറഹ്മാൻ, സോമസുന്ദരൻ, മുഹമ്മദ് അലി താമരത്ത്, ഹാരിസ് പച്ചീരി, അസീസ്, പടിപ്പുര മുഹമ്മദ് അലി, മമ്മാണി, പട്ടാണി ഷാഹുൽ ഹമീദ്, കറുവത്ത് ഹസൻ, AR ചന്ദ്രൻ, വിനയൻ കോഴിക്കോട്, തയ്യിൽ ഉമ്മർ മങ്കട, സതീഷ് കസ്റ്റംസ് കോഴിക്കോട്, മാനുപ്പ നിലമ്പൂർ, അബൂട്ടി അരീക്കോട്, അഹമ്മദ് കുട്ടി മലപ്പുറം, ദേവരാജ് കോഴിക്കോട്, പ്രേംനാഥ് ഫിലിപ്പ്, പൂക്കോയത്തങ്ങൾ മണ്ണാർക്കാട് തുടങ്ങിയവരെയാണ് ഖാദർ അലി സ്പോർട്സ് ക്ലബ്ബ് ആദരിച്ചത്. പഴയകാല താരങ്ങളെ ആദരിച്ചതിലൂടെ ഇന്നത്തെ തലമുറയ്ക്ക് സെവൻസ് ഫുട്ബോളിനെ ജനകീയമാക്കിയ താരങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഖാദർ അലി സ്പോർട്സ് ക്ലബ്ബ്. വരും വർഷങ്ങളിലും കേരളത്തിലെ അറിയപ്പെടുന്ന കായിക താരങ്ങളെ ആദരിക്കുമെന്ന് ക്ലബ്ബ് സെക്രട്ടറി പച്ചീരി ഫാറൂഖ് പറഞ്ഞു. സെവൻസിലൂടെയും സന്തോഷ് ട്രോഫിയിലൂടെയും ഒക്കെ അറിയപ്പെടുന്ന മുൻകാല 28ഓളം ഫുട്ബോൾ താരങ്ങളെ ഈ സ്റ്റേഡിയത്തിൽ വെച്ച് കാതലി സ്പോർട്സ് ക്ലബിന് ആദരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് അഭിമാനിക്കാൻ ചാരിതാർത്ഥ്യവുമുണ്ട്. ഏതായാലും ഇന്ന് എല്ലാവരും ഒത്തുകൂടാനുള്ളൊരു വേദി കൂടി, അവസരം കൂടി ഈ ലോക ഫുട്ബോൾ ദിനത്തിൻ്റെ ഭാഗമായി വന്നു എന്നുള്ളതാണ്. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇതുപോലുള്ള ഒരു ആഘോഷം സംഘടിപ്പിക്കുന്നത്. ഏതായാലും ഇതിന് ഒരു വേദി ഒരുക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. വരും കാലങ്ങളിലും മെയ് 25-നും ലോക ഫുട്ബോൾ ദിനത്തിൻ്റെ ഭാഗമായി വ്യത്യസ്ത പരിപാടികളുമായി കാതലി ക്ലബ്ബ് മുന്നോട്ട് പോകും എന്ന് കൂടി അറിയിക്കുന്നു. പരിപാടിയുടെ ഭാഗമായി നെഹ്റു സ്റ്റേഡിയത്തിൽ 50 വയസ്സിന് മുകളിലുള്ളവരെ പങ്കെടുപ്പിച്ച് നടത്തിയ പ്രദർശന ഫുട്ബോൾ മത്സരം കാണികളിൽ ആവേശം നിറച്ചു. കളി മൈതാനികളെ തങ്ങളുടെ കേളി മികവ് കൊണ്ട് ത്രസിപ്പിച്ച പഴയകാല താരങ്ങൾ തങ്ങളുടെ പ്രതിഭയ്ക്ക് മങ്ങലേറ്റിട്ടില്ലെന്ന് തെളിയിക്കുന്ന പ്രകടനം പുറത്തെടുത്തതോടെ ആരവമുയർത്തി കാണികൾ പ്രോത്സാഹനവുമായി ഒപ്പം ചേർന്നു. ആദരിക്കൽ പരിപാടിക്ക് മുന്നോടിയായി സംഘടിപ്പിച്ച പ്രദർശന ഫുട്ബോൾ മത്സരം കാണാൻ ഫുട്ബോൾ പ്രേമികളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് നെഹ്റു സ്റ്റേഡിയത്തിൽ എത്തിയത്. മലബാറിൽ സെവൻസ് ഫുട്ബോളിനെ ജനകീയമാക്കുന്നതിൽ തങ്ങളുടേതായ പങ്കുവഹിച്ച പഴയകാല താരങ്ങൾ അവരുടെ സുവർണകാലം ഞങ്ങളുമായി പങ്കുവച്ചു. നല്ല കാര്യമാണ്. മാത്രമല്ല പെരിന്തൽമണ്ണ നിവാസികളും ഇതിനു വേണ്ടിയിട്ട് വളരെ ഇഷ്ടമുള്ള ആൾക്കാരാണ്. പിന്നെ ഇന്നത്തെ ഫുട്ബോൾ പറ്റിയ
പണത്തിനല്ല, ആത്മാർത്ഥതയോടുകൂടി ഫുട്ബോൾ സ്പോർട്സിന് വേണ്ടി കളിക്കണം എന്ന് പറയാം. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര അധികം സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഒന്നിനൊരു ബുദ്ധിമുട്ടുണ്ടാകാറില്ല. വളരെ കളി കഴിയുക, സംഗതി വാങ്ങുക, പോവുക, അങ്ങനെയുള്ളൊരു നല്ലൊരു ഇതിലാണ് ഞങ്ങളിവിടെ കളിച്ചു പോകുന്നത്. വളരെ സന്തോഷം. ഇങ്ങനെ ഒരു ഇത് സംഘടിപ്പിച്ചതിൽ ഒരു കളിയും ഇങ്ങനെ പഴയകാല താരങ്ങളെ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ച കാദറലി സ്പോർട്സ് ക്ലബിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ ചെറുപ്പം മുതലേ ഞാനിവിടെ പെരുന്തൽമണ്ണക്കാരനെ ശരിക്കും പറഞ്ഞാൽ പെരുന്തൽമണ്ണ ചെറുപ്പം മുതലേ കേട്ട് അറിഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബാണ് കാദറലി ക്ലബ്ബ്. ഏതായാലും വളരെ വളരെ നന്നായി. തുച്ഛമായ പ്രതിഫലത്തിന് കളിയോടുള്ള അടങ്ങാത്ത താല്പര്യം കൊണ്ട് മാത്രമാണ് ഫൗളിന്റെ രാജാക്കന്മാർ എന്നറിയപ്പെട്ടിരുന്ന പല താരങ്ങളും മൈതാനങ്ങളിൽ നിറഞ്ഞു നിന്നത്. ഫുട്ബോളിനെ നെഞ്ചിലേറ്റിയവർക്ക് കേരളത്തിലെ മുൻനിര ക്ലബ്ബുകളിലൊന്നായ പെരിന്തൽമണ്ണ ഖാദർ ആൻഡ് മുഹമ്മദ് അലി മെമ്മോറിയൽ സ്പോർട്സ് ക്ലബ്ബ് ആദരമൊരുക്കിയപ്പോൾ അത് ചരിത്രമായി. കേരളത്തിൽ തന്നെ ആദ്യമായാണ് ലോക ഫുട്ബോൾ ദിനത്തിൽ ഒരു പ്രാദേശിക കായിക സംഘടന ഇത്രയധികം പഴയകാല താരങ്ങൾക്ക് ആദരമൊരുക്കിയത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പെരിന്തൽമണ്ണ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ പരിപാടിയിൽ മുഖ്യാതിഥിയായിരുന്നു. ഖാദറലി സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറി പച്ചീരി ഫാറൂഖ്, യൂസഫ് രാമപുരം, റിട്ടയർഡ് SP യു അബ്ദുൽ കരീം, കുറ്റീരി മാനുപ്പ, ഡോക്ടർ അബൂബക്കർ തയ്യിൽ, ഉമ്മർ തയ്യിൽ, AR ചന്ദ്രൻ, അസീസ് മണ്ണേങ്ങൽ, മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളായ കൊല നാരായണൻ, പ്രേംനാഥ് ഫിലിപ്പ്, KT ഹൈദർ, മങ്കട സുരേന്ദ്രൻ തുടങ്ങിയവർ പഴയകാല താരങ്ങളെ പരിചയപ്പെട്ടു. കളി മൈതാനങ്ങളോട് വിട പറഞ്ഞ് വിശ്രമ ജീവിതം നയിക്കുന്ന പഴയകാല താരങ്ങൾക്ക് പെരിന്തൽമണ്ണ ഖാദർ അലി ആൻഡ് മുഹമ്മദ് അലി മെമ്മോറിയൽ സ്പോർട്സ് ക്ലബ്ബ് നൽകിയ സ്നേഹാദരം എന്നെന്നും ഓർത്തിരിക്കാനുള്ള അംഗീകാരമായിരുന്നു. ചാനൽ 10 പെരിന്തൽമണ്ണ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം അത്യാകർഷകമായ ഓഫറുകളിൽ. കൂടാതെ 5% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ. വെഡിംഗ് പർച്ചേസുകൾക്ക് സ്പെഷ്യൽ ഓഫറുകൾ. 18 കാരറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ. ഒപ്പം 0% പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ മന്ത്ലി ഗോൾഡ് സേവിംഗ് സ്കീമുകളും. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്. ബൈപാസ് റോഡ് പെരിന്തൽമണ്ണ.